വാട്ട് ഈസ് മെനോപോസ്? മലയാളത്തിൽ മെനോപോസ് എന്ന് പറയുന്നത് അർത്ഥവ വിരാമം. മെനോപോസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ മനസ്സിലാകുന്നത് ഒരു സ്ത്രീയുടെ മെൻസസ് കംപ്ലീറ്റ്ലി നിന്ന് പോയിട്ടുണ്ട്. ഒരു വർഷം മെൻസസ് നിന്നിട്ടുണ്ടെങ്കിൽ മെനോപോസ് പറയാം. മെനോപോസ് എപ്പോഴാണ് സാധാരണ ഒരു ലേഡിയുടെ ലൈഫിൽ ഉണ്ടാവുന്നത്? മിക്കവാറും 45-48 വയസ്സിൻ്റെ ഇടയ്ക്കാണ് മെനോപോസ് ആകുന്നത്. പക്ഷേ ചിലർക്ക് 38 വയസ്സിലും ആകാം, ചിലപ്പോൾ 60 വയസ്സ് വരെയും നടന്നിട്ടുണ്ട്. 60 വയസ്സും 62 വയസ്സുള്ള സ്ത്രീകൾ വന്ന് പറഞ്ഞു, ഡോക്ടറെ ഈ ശല്യം വല്ലവും വിധത്തിലൊന്ന് നിർത്തി തരാമോ എന്ന്. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ വയ്യ, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വയ്യ. ഭയങ്കര വേരിയേഷൻ ആണ്. നമ്മളുടെ അമ്മമാർക്ക് എന്ന് നിന്നോ അത് നമ്മുടെ മെനോപോസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? അത് നമ്മൾ അങ്ങനെ വിചാരിക്കും, പക്ഷേ അത് ഡെഫിനറ്റ്ലി അങ്ങനെ അല്ലായിരിക്കും. വേറെ എന്തെങ്കിലും കോസസ് ഉണ്ടോ, കാരണങ്ങൾ? പഴയ കാലത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതം ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മളെ ജീവിതത്തിൽ ഒത്തിരി ടെൻഷൻസും സ്പീഡുള്ള ലൈഫ് ഒത്തിരി സ്പീഡിലാണ് പോകുന്നത്. സോ ഒത്തിരി വ്യത്യാസങ്ങൾ വരും. ഇതിൻ്റെ എന്താണ് സൈൻസ് ആൻഡ് സിംറ്റംസ്? മെനോപോസിൻ്റെ സൈൻസും സിംറ്റംസും മെൻസസ് ഒക്കെ നിൽക്കുന്നത് അന്ന് തൊട്ടല്ല, അതിന് 2-3 വർഷം മുമ്പിൽ തൊട്ട് സ്ത്രീകൾക്ക് ഭയങ്കര ചൂടും വേർപ്പും, മൂഡ് സ്വിങ്ങിങ്, ചില സമയത്ത് സന്തോഷം, ചിലർക്ക് ദേഷ്യം, ചിലർക്ക് ഡിപ്രഷൻ. ഈ ഡിപ്രഷൻ ചിലപ്പോൾ ഭയങ്കര ഡിപ്രഷൻ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മുഖത്തൊക്കെ കറുത്തപ്പാട്, ഉറക്കം വരുന്നില്ല, ബന്ധപ്പെടാനായിട്ട് തോന്നുന്നില്ല. ചിലർ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും, ചിലർക്ക് ഒന്നും തിന്നാൻ തോന്നുന്നില്ല, വണ്ണം വെക്കുന്നുണ്ട്, തലമുടി പൊഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാരണം ഉണ്ട്. ഇതിന് പ്രത്യേകം നമ്മൾ എന്തെങ്കിലും ജാഗ്രതയോ കോഷൻസോ എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടോ? ബിഫോർ ആൻഡ് ആഫ്റ്റർ മെനോപോസ്, ജസ്റ്റ് ബിഫോർ മെനോപോസ്. ഒരു സ്ത്രീൻ്റെ ഏതൊരു സമയമാണെങ്കിലും എപ്പോഴും ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ട്. നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നത് എത്രയാണ് കഴിക്കേണ്ടതാണ് നോക്കുന്നത്. നല്ല ഭക്ഷണം കഴിക്കണം, പക്ഷേ ഒത്തിരി കഴിക്കരുത്. ഡയറ്റിങ് നല്ലതാണ്, എക്സസൈസ് നല്ലപോലെ വേണം. ആൻഡ് നമ്മളുടെ മൂഡ് എലിവേഷന് വേണ്ടിയിട്ട് ഫിസിക്കലി നമ്മൾ വല്ലതും ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നും ചെയ്യാതെ ഇരുന്നാൽ നമ്മൾക്ക് ഡിപ്രഷൻ വരും.